എല്ലാവരും നൃത്തം ചെയ്തും ചാടിയുമൊക്കെ ഉള്ള നിങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യമുണ്ടെന്ന് കണ്ടെത്തിയൊരു സമയമാണെന്ന് തോന്നല്ലേ? അല്ലേ? ഭയങ്കര എക്സൈറ്റഡ് ആയെന്ന് തോന്നല്ലേ? ഇങ്ങനെ അങ്ങോട്ട് പോയത് ഇങ്ങനെ തന്നെ കുറേ നേരം തുടരണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയെന്ന് തോന്നേ. വളരെ നന്നായിരുന്നു. ഞാൻ നിങ്ങളെയൊക്കെ ശ്രദ്ധിച്ച് ഞാൻ കാര്യമായിട്ട് നിങ്ങളുടെ ഈ പരിപാടികളൊക്കെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത് ഡിസ്കവർ യുവർ സെൽഫ്. നിങ്ങളുടെ ആ പുസ്തകത്തിനകത്ത് കാണും, പ്രോഗ്രാമിനകത്ത് കാണും. അല്ലെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ വ്യത്യസ്തമായി ഡിസ്കവർ യുവർ ഐഡൻറ്റിറ്റി. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടണം, നിങ്ങൾ നിങ്ങളെ കണ്ടെത്തണം. ശരിക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സാണ് ഇത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ നിങ്ങളുടെ ഈ പ്രായത്തിൽ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങൾ ഞാൻ പറയാം. വേർ ഡിഡ് ഐ കം ഫ്രം? ഞാൻ എവിടുന്നാണ് വന്നത്? ചന്ദ്രനിൽ നിന്നാണോ, സൂര്യനിൽ നിന്നാണോ, അതോ നക്ഷത്രങ്ങളിൽ നിന്നാണോ? എവിടുന്നാണ് ഞാൻ വന്നത്? നമുക്കെല്ലാവർക്കും അറിയണം ഞാൻ എവിടുന്നാണ് വന്നത്. ബൈബിൾ തുടങ്ങുന്നത് തന്നെ ആദിയിൽ ദൈവം. മനുഷ്യൻ്റെ അന്വേഷണം അതായിരുന്നു, ആദിയിൽ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, മർക്കോസിൽ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. യോഹന്നാനിൽ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. നമ്മൾ ഇതുപോലൊക്കെ നമ്മുടെ ഒരു ആദി, നമ്മൾ എവിടുന്നാണ് വന്നത്? യെരമ്യാ അവനോട് പറയുന്നുണ്ട്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നമ്മൾ അറിയാതൊരു അന്വേഷണമാണ് എവിടെ നിന്നാണ് ഞാൻ വന്നത്. പിന്നീട് അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഹൂ ആം ഐ? ഞാൻ ആരാ? ഞാൻ ആണാണോ പെണ്ണാണോ? ഞാൻ ആരാണ്? ഞാൻ സുന്ദരനാണോ സുന്ദരിയാണോ? ഞാൻ തവളയാണോ അതോ രാജകുമാരിയാണോ? നമ്മളിങ്ങനെ അന്വേഷിക്കുക, ഞാൻ ആരാണ്? എനിക്കിവിടെ എന്ത് പണിയാ? വാട്ട് ഈസ് മൈ റോൾ? ഇവിടെ ഈ ലോകത്തിലെ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ എനിക്ക് എന്ത് പങ്കാളിത്തമാണുള്ളത്? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നീട് വെർ ആം ഐ ഗോയിങ്? എങ്ങോട്ടാണ് ഞാൻ ഈ പോയി? വെർ ഈസ് മൈ ഡെസ്റ്റിനി? എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം, ലക്ഷ്യം, ദിശ ഇതെവിടുത്തേക്കാണ്? എല്ലാവരും ചോദിക്കുന്ന, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ 14 മുതൽ 19 വരെ എന്ന് പറയുമ്പോൾ ടീനേജ്, അഡോളിസൻസ്, കൗമാരപ്രായക്കാരൊക്കെയാണ്. അതാണ് നിങ്ങളുടെ ഈ പ്രായം. ഈ പ്രായത്തിലൊരു ഭയങ്കര വളർച്ചയാണ്. ഇന്നലെ വരെ പെൺപിള്ളാരുടെ ശബ്ദമുണ്ടായിരുന്ന ചെക്കൻ ഇപ്പോൾ അവന്, എടി നീ എവിടെയാടി? ഇത് ആണുമല്ല പെണ്ണുമല്ലാത്തൊരു ശബ്ദം മാറുന്നു. കൊച്ചു മീശയൊക്കെ വരുന്നു, പൊക്കം വയ്ക്കുന്നു, തടി വെക്കുന്നു, പ്രേമം തോന്നുന്നു, പ്രപ്പോസ് ചെയ്യുന്നു. ഭയങ്കര വളർച്ചയുടെ ഒരു വലിയ കാലമാണ് നിങ്ങളുടെ ഈ പ്രായം എന്നുള്ളത്. എന്താണ് ഒറ്റയടിക്ക് ഇങ്ങനെ വളരുന്നത്? ഇന്നലെ ഒരു കൊച്ചുകുട്ടി, പക്ഷെ ഒറ്റയടിക്ക് നമുക്ക് പൊക്കം, തടി. എനിക്കറിയാം പല ആളുകളും അവൻ്റെ അത്ര എനിക്ക് പൊക്കമുണ്ടോ, എനിക്ക് അത്ര മീശയില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, എനിക്ക് മീശയില്ലാഞ്ഞിട്ട് എൻ്റെ അപ്പച്ചൻ്റെ പഴയ കാലത്തെ ബ്ലേഡായി വളയ്ക്കുന്ന, തിരിച്ച് ഇപ്പോൾ ഉള്ള ബ്ലേഡല്ല, അത് കൊണ്ടുപോയി ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പിന്നെയും ഷേവ് ചെയ്തു. എന്തിനെന്നറിയോ? മീശ വരാൻ. എനിക്ക് തന്നെ സംശയം എന്നെക്കുറിച്ച്, എൻ്റെ പൊക്കം, എൻ്റെ തടി, എൻ്റെ സൗന്ദര്യം, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വളരുന്നത്. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ, അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നും പറഞ്ഞൊരു ഗ്ലാൻഡുണ്ട്. മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. നല്ലൊരു ഭാഗം ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയും നമ്മുടെ വളർച്ച, ശരീരത്തിൻ്റെ പ്രക്രിയകൾ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നൊരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതിനകത്താണ് ദൈവം പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുക. അത് നമ്മളൊരു 11, 12, 13 വയസ്സാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ അവധിക്കാലം മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് മാവ് പൂത്തു തുടങ്ങുന്നു, കശുമാവ് പൂത്തു തുടങ്ങുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളങ്ങോട്ട് വളരുന്നതിൻ്റെ ഒരു ഘട്ടം
എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ വളരാൻ തുടങ്ങുകയാണ്, പുഷ്പിക്കുകയാണ്, വളരാൻ തുടങ്ങുകയാണ്, സുഗന്ധമുള്ളവരായി തുടങ്ങുകയാണ്. അങ്ങനെ പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ആജ്ഞ കൊടുത്ത് ഗ്രോത്ത് ഹോർമോൺസ്, അങ്ങനെയാണ് നമ്മളുടെ ശരീരം പൊക്കവും തടിയും ഒക്കെ വെക്കുന്നത്, വളരുന്നത് അങ്ങനെയാണ്. എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഈ പാരമ്പര്യം, ഹെറിഡിറ്റി എന്ന് പറയുന്നൊരു ഘടകം കൂടെ അതിനെ നിർണ്ണയിക്കുന്നുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കൊച്ചു കേരളത്തിലുണ്ടായിരുന്ന മനുഷ്യരുടെ പൊക്കത്തേക്കാൾ ഇപ്പോൾ ആവറേജ് പൊക്കം കൂടുതലാണ്. മനുഷ്യൻ്റെ ആവറേജ് ആയുസ് പഴയ കാലത്തേക്കാൾ കൂടുതലാണ്. നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല മെഡിക്കൽ കെയർ. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ വളരുകയാണ്. നമ്മൾ ഈ വാഴയ്ക്കും നെല്ലിനുമൊക്കെ ഫാക്ടം ഫോസോ വളമൊക്കെ ഇടുമല്ലോ. അപ്പോൾ ഈ കെമിക്കൽസാ എന്ന് പറയുന്നത് പോലെ കെമിക്കൽസാ ഒറ്റയടിക്ക് അന്നേരം നമ്മൾ തടി വയ്ക്കുന്നു, പൊക്കം വയ്ക്കുന്നു. രണ്ടാമത്തത് സെക്സ് ഹോർമോൺസ് എന്നും പറഞ്ഞ ഹോർമോൺസ് ഉണ്ട്. ലൈംഗികമായിട്ട് നമ്മൾ വളരാൻ തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് ലൈംഗികമായ ഫീലിങ്സ്, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ പതുക്കെ വളരുവാനായിട്ട് തുടങ്ങുന്നത്. സെക്സ് ഹോർമോൺസ് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ആണാണോ പെണ്ണാണോ, അല്ലെങ്കിലേ ജന്മനാ നമ്മൾ ആണും പെണ്ണുമാണ്. പക്ഷെ എന്നാലും നമ്മുടെ ആണത്വം, മസ്കുലിനിറ്റി, നമ്മുടെ പെണ്ണത്വം, ഫെമിനിറ്റി, ഇതൊക്കെ വളരുവാനും ഒക്കെ വികസിക്കുവാനുമായിട്ടൊക്കെ തുടങ്ങുന്നതായ ഒരു കാലം. ശരിക്കും ഈ കാലം എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കണ്ടാൽ എന്തൊരു സുന്ദരന്മാരും സുന്ദരികളാണെന്നറിയാം. ഞങ്ങളെപ്പോലുള്ള വയസ്സരൊക്കെ ആയി കഴിഞ്ഞാൽ തലമുടിയൊക്കെ നരച്ച് പല്ലൊക്കെ പൊഴിയാൻ തുടങ്ങി. അതേ സമയത്ത് നിങ്ങൾക്കാണെങ്കിൽ ഏറ്റവും നല്ല എന്താ പറയുന്നത്, പിന്നെ ആപ്പിൾ പോലെയുള്ള മുഖം, അല്ലെങ്കിൽ എന്താ തക്കാളിക്ക പോലെയുള്ള മുഖം, പിന്നെ എന്താ പോലെയുള്ള ചെഞ്ചുണ്ടുകൾ, പിന്നെന്താ നനുനനുത്ത മീശകൾ. കേട്ടിട്ടില്ലേ? നമ്മുടെ കവികളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യവും ഭംഗിയും കലയും രൂപവും ഒക്കെ ഏറ്റവും കൂടുതലുള്ളൊരു പ്രായമാണ് നിങ്ങളുടെ ഈ പ്രായം എന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം ശരിക്കും സുഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഒരു കാലം, സൗന്ദര്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു കാലം, ഊർജം കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു കാലം. ഈ കാലത്തിൽ നമ്മൾ എന്തും ചെയ്യും, എന്ത് സാഹസികതകളും ചെയ്യാൻ തയ്യാറാണ്. ആൺപിള്ളേരെ നോക്കിക്കണം. അവരാണെങ്കിൽ ബൈക്ക് ഓടിക്കുന്നുണ്ടെ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു, ഇടത്തൂടെ പോകുന്നു, വലത്തൂടെ പോകുന്നു, വേണ്ടി വന്നാൽ വണ്ടിയുടെ അടിക്കൂടെ കയറിപ്പോകും. അത്ര സാഹസികമാണ്. എന്തും ചെയ്യാനായിട്ട് സാഹസികത എടുക്കുന്ന ഒരു പ്രായമാണ്. എന്താണെന്നറിയോ? മസ്കുലിനിറ്റി വളരുന്നു എന്ന, ആണത്വം പെണ്ണത്വമൊക്കെ വളരുന്നു. പെൺകുട്ടികൾക്ക് വേറെ ഇൻട്രസ്റ്റ്, ഞാൻ അതിനകത്തേക്ക് പിന്നെ ഞാൻ മടങ്ങി വരുന്നുകൊള്ളാം. അപ്പോൾ അങ്ങനെ ഒത്തിരി എനർജി വരുമ്പോൾ, ഒത്തിരി നമ്മൾ പൊക്കവും വളർച്ചയൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പതുക്കെ 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 ചെറിയ ചെറിയ സംശയങ്ങൾ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഞാൻ സുന്ദരനാണോ? ഞാൻ സുന്ദരിയാണോ? എനിക്ക് പൊക്കമുണ്ടോ? എനിക്ക് തടിയൊക്കെ ഉണ്ടോ? മറ്റുള്ളവരുടെ കൂടെ ഒന്ന് നിന്ന് അവൻ്റെ അത്രയും പൊക്കം എനിക്കുണ്ടോ? നമ്മളപ്പോൾ കമ്പയർ ചെയ്ത് തുടങ്ങും. അവളെപ്പോലെ എനിക്ക് സൗന്ദര്യമുണ്ടോ? ഇതുപോലെയുള്ള ചിന്തകളൊക്കെ നമുക്ക് തുടങ്ങുന്നതായൊരു കാലം. കാരണം എന്താണെന്നറിയാം? നമ്മുടെ മസ്കുലിനിറ്റിയും പുരുഷത്വം, നമ്മുടെ ഫെമിനിറ്റി, സ്ത്രീത്വം, സ്ത്രൈണഭാവം, ഇതൊക്കെ വളരുവാനായി തുടങ്ങുന്നതായ ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ, വളർച്ചയോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പതുക്കെ പതുക്കെ ഇവിടെ പ്രായമുള്ളവരൊക്കെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കും. നിങ്ങളാരും ഇത് കേൾക്കേണ്ട കാര്യമൊന്നുമല്ല, കുട്ടികൾ മാത്രം കേട്ടാൽ മതി. നിങ്ങളെല്ലാം ചെവിയൊക്കെ അടച്ചിരിക്കുക, നിങ്ങളാരും വിഷമിക്കാൻ വേണ്ട. സെക്ഷൽ ഫീലിങ്സ് നമുക്ക് പതുക്കെ തുടങ്ങി, ചെറിയ ചെറിയ ലൈംഗികമായിട്ടുള്ള ഫീലിങ്സ് നമുക്ക് തോന്നിത്തുടങ്ങും. അപ്പോഴാണ് നമ്മൾ മനസ്സിലായത്, ഞാൻ ആണാണോ, ഞാൻ പെണ്ണാണോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ കൂട്ടത്തിൽ സംഭവിക്കുന്ന എന്നറിയാമോ? അന്നേരമൊക്കെ ഓരോരുത്തരോട് ചെറിയ ചെറിയ ഇഷ്ടം തോന്നി. ആരോടെങ്കിലും തല അനക്കല്ലേ, നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ചെറിയൊരു ഇഷ്ടം തോന്നിയോ? തോന്നിയിട്ടേ ഇല്ല. മക്കളെ, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടാ? ഒരു 10, 15, 16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് തോന്നണമെന്ന് വിചാരിച്ച് ആരും പരിശ്രമിക്കണ്ട. ഇവിടെ വന്ന ശേഷം ഇത് സിയുടെ മീറ്റിംഗാണ്, ഓക്കെ. പക്ഷേ നമുക്കറിഞ്ഞോ അറിയാതെയോ ഒരു ചെറിയൊരു അട്രാക്ഷൻ. ആൺകുട്ടികൾ ഇരിക്കുന്നിടത്തേക്ക് പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു, പെൺകുട്ടികൾ പ്രൈവറ്റ് ബസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ നിറച്ച് ഇടിയായിരിക്കും.
ബാക്കിയുള്ളിടത്തെല്ലാം സീറ്റ് കാലിയ. എന്നാന്നറിയാമോ? ആൺകുട്ടികൾ ഈ ഈ ഈച്ച കരിപ്പട്ടിപ്പുറത്ത് അടുത്ത് ചെല്ലുന്നത് പോലെ അടുത്ത് ചെല്ലും. ഇപ്പം നേരെ തിരിഞ്ഞു. ഇപ്പം നേരെ ആൺകുട്ടികൾ ഇരിക്കുന്നിടത്ത് പെൺകുട്ടികൾ ഇങ്ങനെ ഈച്ച പറ്റുന്നത് പോലെ പറ്റുന്നു. സത്യമാണോ അത്? നിങ്ങളൊന്നും സമ്മതിക്കത്തില്ലായിരിക്കും. അന്നേരമാണ് നമുക്ക് കൊച്ചു കൊച്ചു പ്രേമ ഫീലിംഗ് ഒക്കെ തുടങ്ങുന്നത്. അപ്പോഴാണ് നമുക്ക് തോന്നി തുടങ്ങുന്നത്, കർത്താവ് ഇവനെ എനിക്ക് വേണ്ടി തന്നെ സൃഷ്ടിച്ചതാ. അപ്പം നമുക്കൊരു തോന്നൽ, ഒരു പ്രൊപ്പോസൽ നടത്തിയാൽ എന്താ? ഇവിടെ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും ഒക്കെ പ്രൊപ്പോസ് തുടങ്ങിയെന്നറിയണം. അപ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്. മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിങ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി കേൾക്കണേ, ഇറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ. അത് നോർമലായിട്ടുള്ള ഫീലിംഗാണ്. ഞാൻ തിരുവല്ല മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇതുപോലെ ക്ലാസ് എടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, മക്കളെ, ഇറ്റ് ഈസ് നോർമൽ. അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നിയെങ്കിൽ ഒരുത്തൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ, ഡോക്ടർ ഒരു കാര്യം ചെയ്യണം, ഞങ്ങളുടെ പേരൻസിനോട് ഇതൊന്ന് പറയണമെന്ന് പറഞ്ഞു. മക്കളെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു നോർമൽ ഫീലിംഗ് ഉണ്ടെങ്കിൽ യു ആർ ഗ്രോയിങ് അപ്പ്, നിങ്ങൾ വളരാൻ തുടങ്ങുന്നു എന്നാ. പക്ഷെ അതിനകത്തുള്ളൊരു ചെറിയ കുഴപ്പമേ ഉള്ളൂ. ചില ആളുകൾക്ക് ഇങ്ങനൊരു ഫീലിംഗ് ഒക്കെ അങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ചെക്കനെ മനസ്സിൻ്റെ ശ്രീകോവിലിൽ ഇങ്ങനെ സ്ഥാപിച്ച് പ്രതിഷ്ഠിച്ച് എപ്പോൾ നോക്കിയാലും സങ്കല്പ ലോകത്തില്ല. ഞങ്ങൾ രണ്ടുപേരുടെ കൈകൾ ഇങ്ങനെ കോർത്ത് പിടിച്ച് നദിയുടെ കരയിൽ കൂടി ഞങ്ങൾ ഈ നൃത്തം ചെയ്തുകൊണ്ട് പോകുന്നു. ചിലരവിടെ വരുമ്പോൾ ട്രാപ്ഡാ. ചിലർക്ക് പിന്നെ പഠിക്കാനിരിക്കുന്നവനെ ചുമ്മാ ഒരു പേര് ഞാൻ പറയാം, ദീപ അല്ലെങ്കിൽ ജോൺ. ഈ പേരല്ലാതെ വേറെ ഒന്നും വരത്തില്ല. എഴുതുന്നുണ്ടെ കവികൾ എഴുതുന്ന പോലെ ജോണിനെ കുറിച്ചാണ് എഴുതുന്നത്, അല്ലെ ദീപയെ കുറിച്ചാണ് എഴുതുന്നത്. വേറെ ഒരു ചിന്തയും നമുക്ക് വരില്ല. ആ സമയത്ത് പലരും ട്രാപ്ഡ് ആകാറുണ്ട്. പിന്നെ ആ പെണ്ണ് കയറുന്ന ബസ് തന്നെ നോക്കി നിന്ന് ആ ബസ്സിനകത്ത് തന്നെ കയറും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബെല്ലടിപ്പിക്കുക. ബെല്ലടിച്ചില്ലെങ്കിൽ ചില ആൾക്ക് ഉറക്കം വരില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരു കാലമാണ്. അപ്പോൾ അന്നേരം നിങ്ങൾക്കൊരു ഫീലിംഗ് ഓഫ് അട്രാക്ഷൻ തുടങ്ങുന്നു എങ്കിൽ ഇറ്റ് ഈസ് ക്വയറ്റ് നോർമൽ. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ ഗ്രോത്ത്, നിങ്ങളുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ചില ആളുകളത് ട്രാപ്ഡ് ആകും, അതിനകത്തേക്ക് പോകും. പഠനത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയത്തില്ല, പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നു എന്ന. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും, ഇതെങ്ങനെയാണ് സാർ ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ഞാൻ സാധാരണ പറയുന്ന രീതിയുണ്ട്. എന്താണെന്നറിയാമോ? 19-ാം സങ്കീർത്തനം, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അതായത് ദാവീദ് രാജാവ് എഴുതിയതാ. അദ്ദേഹം ഈ പ്രപഞ്ചമൊക്കെ നോക്കി ആസ്വദിക്കാനുള്ള കഴിവ് നമുക്കെല്ലാവർക്കും കഴിവുണ്ട്. നല്ല റോസാമൊട്ട് കണ്ടു കഴിഞ്ഞാൽ, റോസാപ്പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ, ഒരു സുന്ദരി പെണ്ണിനെ കണ്ടാൽ, ഒരു നല്ല കെട്ടിടം കണ്ടാൽ, ഇതൊക്കെ ആസ്വദിക്കാനുള്ള ശേഷി നമുക്കെല്ലാം ഉണ്ട്. ദാവീദിന് ഈ ശേഷി ഉണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ മാസം ചന്ദ്രനെ കണ്ട എത്ര പേരുണ്ട്? അതും കൈ ഉയർത്തിക്കേ. ചന്ദ്രനെ കണ്ട് ഞാൻ വിചാരിച്ചതിനേക്കാൾ ശാസ്ത്രജ്ഞന്മാർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് എത്ര കാലമായി? ഈ കഴിഞ്ഞ ഒരാഴ്ചകൾ നക്ഷത്രങ്ങളെ ഒരെണ്ണമെങ്കിലും കണ്ടവരെന്ന് കൈ ഉയർത്തിക്കേ. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ നിങ്ങൾ വലിയ വലിയ ആളുകളാണല്ലോ. ദാവീദ് കണ്ടിട്ട് പറയാണ്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവനെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ലത്, ഭംഗിയാണ്, നല്ലതാണ്, നല്ല സെൻസ് ഓഫ് അപ്രീസിയേഷനാണ്. നന്നായിട്ട് ആസ്വദിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പല ആൾക്കും പറ്റുന്ന എന്നാണെന്നറിയാം, ഇന്ത്യക്കാർക്ക് പറ്റിയിട്ടുള്ള എന്നാണെന്നറിയാം, സൂര്യനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ സൂര്യനെ അങ്ങ് നമസ്കരിക്കും. സൂര്യ ഭഗവാൻ, ജോൺ ഭഗവാൻ, ദീപ ഭഗവതി, കുറച്ച് കഴിയുന്നത് വിഗ്രഹമാകും. അപ്പം അങ്ങനെയാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളൊക്കെ വിഗ്രഹങ്ങളെ ആരാധന, മനുഷ്യരുടെ ആരാധനയും അങ്ങനെ ആയിരിക്കും തുടങ്ങിയത്. പക്ഷേ ദാവീദ് അതിനെ ഡീൽ ചെയ്യുന്നത് കേൾക്കണം. അദ്ദേഹം നോക്കിയിട്ട് പറയും, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഞാനിത് കണ്ടപ്പോൾ കാണുന്നത് എന്നാ അറിയാം, ഐ സീ ദ ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വമാണ് ഈ സൗന്ദര്യത്തിനപ്പുറത്തേക്ക് വേറെ ഒന്ന് ഞാൻ കാണുന്നു. ഇതിനപ്പുറത്തൊരു ദൈവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയാ, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പിന്നിലൊരു വലിയ എൻജിനീയറുണ്ട്, ഒരു ഡിസൈനറുണ്ട്.
ചുരുക്കത്തിൽ പറഞ്ഞാൽ അത് ആരാധനയിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ട് അട്രാക്ഷനൊക്കെ ഫീൽ ചെയ്താൽ എന്ത് ചെയ്യണമെന്നറിയോ? കർത്താവേ എനിക്ക് ഫീലിംഗ് തന്നതിനായിട്ട് എന്താ പറയണം? സ്തോത്രം. അതോ പിശാചിന്റെ പോരാട്ടത്തെ ശാസിക്കുന്നു, രക്തം ജയം, ഇതാണ് പറയേണ്ടത്. അതിന് പകരം പറയേണ്ടത് എന്താണ്? കർത്താവ് എനിക്ക് നോർമലായിട്ടുള്ള ഫീലിങ്സും ഗ്രോത്തും ഒക്കെ തരുന്നതിനായിട്ട് സ്തോത്രം. പിന്നെ കർത്താവ് ചില മനസ്സിൽ ഇച്ചിരി അങ്ങോട്ട് പോകുന്നുണ്ട്, അത് വേണ്ട. കർത്താവ് എന്തൊരു സൗന്ദര്യബോധമുള്ള ആളാ, ആ ചെക്കനെ സൃഷ്ടിച്ചല്ലോ, പെണ്ണിനെ സൃഷ്ടിച്ചല്ലോ. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവൻ അവൻ്റെ വഴിക്കും പോകും, അവൾ അവളുടെ വഴിക്കും പോകും. അല്ലെങ്കിൽ നമ്മൾ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത ഉണ്ട്. പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ വളരുന്ന ഒരു പ്രായമാകുമ്പോൾ ഇത്തിരി കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ആ സമയത്താണ് ഈ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരവരുടെ മീശ, അവരുടെ ശബ്ദം, അവരുടെ മസിൽ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ അന്ന് വലിയ ജിംനേഷ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നറിയാം എൻ്റെ ജിംനേഷ്യം? അരകല്ലിൽ അമ്മിക്കല്ലെന്ന് പറഞ്ഞാൽ അറിയാമോ? ഇതെടുത്ത് ഇങ്ങനെ മസിലൊക്കെ വളർത്തും. എനിക്കിപ്പോഴും പറയുന്ന ആണക്കിടക്കെ ഉണ്ട്. തെങ്ങയിലൊക്കെ അങ്ങോട്ട് കയറും, കുറച്ച് ദൂരം കയറിയിട്ട് കാലിങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് മലർന്നിങ്ങനെ താഴോട്ട് കിടക്കും. സൈക്കിൾ ഓടിക്കുന്നുണ്ടെ 8 കിലോമീറ്റർ ഞാൻ കൈവിട്ട് ഓടിച്ചിട്ടുണ്ട്. മക്കളെ നിങ്ങളാരും പരിശ്രമിക്കണ്ട കേട്ടോ, ഞാൻ ആണാണെന്ന് തെളിയിച്ച ഒരു രീതിയായിരുന്നു. 8 കിലോമീറ്റർ വരെ സൈക്കിൾ ഇങ്ങനെ ഭയങ്കര സാഹസികമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പാൻസൊക്കെ ഇടുന്നുണ്ടെ ഇവിടം മറക്കത്തില്ല, ലോ വേസ്റ്റ്. ബാക്കിയുള്ളവർക്കൊക്കെ നാണം തോന്നും കേട്ടോ. എന്താണെന്നറിയോ? നമ്മുടെ ആണത്വം തെളിയിക്കുന്ന ഒരു കാലമാണ്. ഡ്രൈവിങ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ സ്പീഡിൽ അന്ന് ഓടിക്കത്തുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭയങ്കര സാഹസികതയുടെ ഒരു കാലമാണ്. വേറെ ഒന്നും അല്ല, നിങ്ങൾ ആണാണെന്ന് തെളിയിക്കുക. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നീ ആണ് തന്നെയാണ്. മുഖത്തോട്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞേ, ജോണേ എടാ നീ ഒരാണാടാ എന്ന് വല്ലപ്പോഴൊക്കൊന്നും പറയണേ, നീ ഒരു പെണ്ണാടി പറയണേ. അല്ലെങ്കിൽ തന്നെയാണെന്നല്ലേ. പെൺപിള്ളേരുടെ കാര്യം പറഞ്ഞാൽ, നിങ്ങളുടെ കാര്യം പറയട്ടെ, ഇവരുടെ ഏറ്റവും വലിയ അധ്വാനം എന്നാണെന്നറിയോ? എൻ്റെ ദൈവമേ, അയ്യോ ക്രീം പുരട്ടുക, പേസ്റ്റ് അല്ലല്ലോ അല്ലേ, കണ്ണി കാണുന്ന സകല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ട് മുഖവും ചുണ്ടും. അയ്യോ, ഞാനൊരിക്കൽ ഒരു വീട്ടിൽ ചെന്നു, ബ്രദറൻകാരുടെ ഒരു വീട്ടിലാണ്. ഞാനിനി കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് കുറേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീട്ടിലുള്ള കുട്ടികൾ, എനിക്ക് 2 കുട്ടികൾ വളരെ അടുപ്പമുള്ളവരാണ്. ഞാനും എൻ്റെ വൈഫും കൂടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, മഴയാണോ? മഴയാ. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലൊരു 16 വയസ്സുള്ളൊരു പെങ്കൊച്ചുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് എൻ്റെ വൈഫിന് നന്നായിട്ട് അറിയാം. ഞങ്ങളവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ ണിങ് ണിങ് എന്ന് പറഞ്ഞ് ഏതാണ്ട് സാധനം തറയിലേക്ക് വീണ്, എന്തോ സ്റ്റീൽ സാധനമാണ്. അപ്പോൾ ഞാനെൻ്റെ വൈഫിനോട് ഞാൻ സല്ലടി ചോദിച്ചാൽ അതെന്താ? പിന്നെ പറയാമെന്ന് പറഞ്ഞു. ഈ പെങ്കൊച്ച് അങ്ങ് അപ്പുറത്ത് ചെന്നിട്ട് അമ്മയെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു. അമ്മയെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, ഇവിടെ നെറ്റിയില്ല, പുരിയം കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പം ഞാനിത് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിനോട് ചോദിച്ചാൽ എന്താ അവിടെ നെറ്റിക്ക് എന്താ അങ്ങനെ? അതെ, പ്ലക്കിങ് തേങ്ങാക്കൊല്ല പ്ലക്കിങ്. ദൈവത്തിനെന്തോ അബദ്ധം പറ്റിയെന്ന ഞാൻ ഈ പറയുന്നത്. സൗന്ദര്യ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ കുറച്ചുകൂടെ കൂടുതൽ ഇങ്ങനെ ദിവാസ്വപ്നങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോകുന്ന ഒരു വ്യക്തി. ഇതൊക്കെ മനുഷ്യനെ ദൈവം സൃഷ്ടി ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചെന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. പിന്നെ ഇവരോട് ആരെങ്കിലും ഐ ലവ് യു എന്നൊക്കെ പറയുന്ന അകത്തിഷ്ടമാണ്, പുറത്ത് കാണിക്കത്തില്ല, പോടാ എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെയാ ചിലപ്പോൾ കണ്ടെത്തുന്ന നല്ല സുന്ദരനാണെന്ന്. അങ്ങനല്ലേ പലരൊക്കെ പറഞ്ഞു കഴിയുമ്പോഴല്ലേ. അതുകൊണ്ട് എല്ലാവരോടൊന്നും തല്ലുണ്ടാക്കാനൊന്നും പോകണ്ട. അപ്പോൾ ഇനിയും വളരെ വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോട്ടെ. അപ്പോൾ ഈ വളരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാം? യുവർ മൈൻഡ് ബിക്കംസ് എ ബാറ്റിൽ ഗ്രൗണ്ട്. നമ്മുടെ മനസ്സൊരു യുദ്ധക്കളമായി മാറും. എന്താ കാര്യം? എന്താ? 2 തരത്തിലുള്ള കാര്യങ്ങളാണ് പൗലോസ് പറഞ്ഞ ഓർമ്മയുണ്ടായിരിക്കും. നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹം, പക്ഷേ ആഗ്രഹിക്കാത്ത തിന്മ. എൻ്റെ മനസ്സിനകത്ത് വലിയ ആഗ്രഹങ്ങളൊക്കെയാണ്, വളരെ വിശുദ്ധൻ, നല്ല ജീവിതം. പക്ഷെ എന്നാലും വേറെ ഒരു വശത്തെ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ പ്രകൃതിയിൽ വേറെ ഏതാണ്ടൊരു കുഴപ്പമുണ്ടെന്ന്. ഇത് തമ്മിലാണ് ഭയങ്കര യുദ്ധമാണ്. അല്ല, ഒരു ഭാഗത്ത് നമുക്കാണ് സ്നേഹം ഇങ്ങനെ കവിഞ്ഞൊഴുകുക, അപ്പുറത്തിരുന്ന് എല്ലാവരും വിലക്കുക. കോളേജിലേക്ക് പോയിക്കണം, മര്യാദയ്ക്ക് വേണം. പിന്നെ നമ്മുടെ ഞായറാഴ്ചയാണ് എല്ലാം വിശുദ്ധി. നമ്മുടെ വിചാരം വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ആൺപെൺ ബന്ധം മാത്രമാണെന്ന്. അതൊന്നുമല്ല, അതിനേക്കാൾ വലുതാണ്. ഒരു ഭാഗത്തിൽ ലോകം ഏദൻ തോട്ടത്തിലെ പോലെ തന്നെ അന്നും ഇന്നും വശ്യമ,
കാണാൻ ഭംഗിയുള്ളതും രുചികരവും, നമ്മുടെ കോളേജിലേക്ക് ചെല്ലുന്ന രുചികരം, കാണാൻ ഭംഗിയുള്ളത്, തൊടാൻ പറ്റിയത്, ഒത്തിരി കാര്യമുണ്ടല്ലോ. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ദൈവം ഇങ്ങനെ കണ്ണും മഴപ്പിച്ച് നോക്കി നിൽക്കുക. ഇവർ രണ്ടുപേരും കൂടെയാണല്ലേ. ഒരു ഭാഗത്ത് ഞാൻ, എൻ്റെ സെൽഫ്, മറുഭാഗത്ത് മാതാപിതാക്കള്, ഒരു ഭാഗത്ത് നിങ്ങൾ വളരുന്ന കൾച്ചർ, എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, മറുഭാഗത്ത് മതം, വിലക്ക്, സമൂഹം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയൊരു കോൺഫ്ലിക്റ്റിലൂടെ പോകുന്നതായ ഒരു കാലമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് വൾണറബിൾ പീരീഡ്സ് ഓഫ് ലൈഫ്. ഇങ്ങനെയുള്ള യുദ്ധം ഉണ്ടാകുമ്പോൾ ചില ആളുകളൊക്കെ തോറ്റുപോകാറുണ്ട്. അവരുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കും, പഠനത്തെ മുഴുവൻ ബാധിക്കും. പിന്നെ പ്രായമാകുന്നതിന് മുമ്പേ ചിലപ്പോൾ അമ്മയായെന്നിരിക്കും, ചിലപ്പോൾ ഓടിപ്പോയെന്നിരിക്കും. എന്തെല്ലാം അപകടത്തിനകത്തേക്ക് ചാടുമെന്നറിയോ? അപകടങ്ങൾ പതിയിരിക്കുകയും കൂടെ ചെയ്യുന്നൊരു കാലമാണ്. അത് ഞാൻ പറഞ്ഞു, വൾണറബിൾ പീരീഡ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിക്കകത്തൂടെ പോകുന്ന ഒരു കാലം കൂടിയാണ് ഈ പ്രായം എന്ന് നിങ്ങൾ നന്നായിട്ടത് മനസ്സിലാക്കിയിരിക്കണം. അതെ, അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ലൈഫ്. ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റാണ്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു അത് നിർണായകമാണ്. ചുരുക്കം ചില വാക്കുകൾ കൂടി പറയട്ടെ. ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്. വളരാനായിട്ടുള്ള സാധ്യതയാണ്, അതേ സമയത്ത് തകരുവാനായിട്ടുള്ള സാധ്യതയാണ്. ഇറ്റ് ക്യാൻ ലീഡ് ടു ഹെവൻ ഓർ ടു ഹെൽ. ഒന്നീ സ്വർഗത്തിലേക്ക് നയിക്കാം, അതല്ല നരകത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് കഴിയും. നിങ്ങളൊരു മിഷനറി ആക്കാനൊക്കെ ഡ്രഗ്സ് വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാക്കി മാറ്റാൻ കഴിയും. ഇറ്റ് ക്യാൻ മേക്ക് യു ദി ഏഞ്ചൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദൂതനാക്കാൻ കഴിയും. ഓർ ഇറ്റ് ക്യാൻ മേക്ക് യു ഇൻ ടു എ ഡെവിൾ. ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ ഈ പ്രായം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ മേക്ക് യു ഓർ ബ്രേക്ക് യു. ഒന്നുകിൽ നിങ്ങളെ രൂപപ്പെടുത്താം, അതല്ല നിങ്ങളുടെ ജീവിതത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. എനിക്കറിയാം നിങ്ങളെല്ലാം സീരിയസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. അത്രയുള്ളൊരു വാണിംഗ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. വളരെ പ്രധാനമായിട്ടുള്ള കാര്യം പറയട്ടെ. 3 വാക്കുകൾ ഞാൻ പറയാം. നിങ്ങളത് കഴിയുന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുകയോ എഴുതിയിടുകയൊക്കെ ചെയ്യണം. എന്താണെന്നറിയാം? ദ വിഷൻസ് ദാറ്റ് യു ചെറിഷ് ടുഡേ. ഇന്ന് നിങ്ങൾ താലോലിക്കുന്ന ദർശനങ്ങൾ. ഒന്നുകൂടി ഞാൻ പറയാം. ദ വിഷൻസ് ദാറ്റ് യു ചെറിഷ് ടുഡേ. ഇന്ന് നിങ്ങൾ താലോലിക്കുന്ന ദർശനം. അതിൻ്റെ അർത്ഥം ഞാൻ പറയാം എന്താണെന്ന്. ദ ഗോൾസ് ദാറ്റ് യു സെറ്റ് ടുഡേ. ഇന്ന് നിങ്ങൾ വെക്കുന്നതായ ജീവിത ലക്ഷ്യങ്ങൾ. ദ ഗോൾസ് ദാറ്റ് യു സെറ്റ് ടുഡേ ആൻഡ് ദ ചോയ്സസ് ദാറ്റ് യു മേക്ക് ടുഡേ. ഇന്ന് നിങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ. എന്തൊക്കെ കാര്യങ്ങളാ? ദ വിഷൻസ്, ദ ഗോൾസ് ആൻഡ് ദ ചോയ്സസ്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളെയും നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് ഈ 3 ഘടകങ്ങൾ. എന്താ ഈ വിഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ താലോലിക്കുന്ന ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ, ദർശനം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് കഴിഞ്ഞാൽ ആനയെ കാണുന്നു, പട്ടിയെ കാണുന്നു, അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുന്നു. ഇതൊന്നും അല്ല ദർശനം. അതൊക്കെ തലച്ചോറിൻ്റെ ഭാഗത്തു നിന്ന് സ്വപ്നങ്ങളും സങ്കല്പങ്ങളും. ഞങ്ങളൊക്കെ ചിലപ്പോൾ മാനസിക രോഗത്തിന് ലക്ഷണമായ ഹാലൂസിനേഷൻസ് എന്ന് പറയും. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കാണുന്നു, ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു, അതിന് പറഞ്ഞ ഹാലൂസിനേഷൻസാണ്. അതല്ല, ഇത് ദൈവത്തിൽ നിന്നാണ് ദർശനം വരുന്നത്. ഉറവിടം ദൈവമാണ്. അങ്ങനെയാണ് യോസഫിന് സ്വപ്നം ദർശനമാണ്. ദൈവമാണ് അതിൻ്റെ ഉറവിടം. പൗലൂസ് പറയുന്നുണ്ട്, അഗ്രിപ്പ രാജാവേ, അതെ, എനിക്ക് ലഭിച്ച ദർശനം ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു ദർശനമാണത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദാറ്റ്സ് ദ ബ്ലൂ പ്രിൻ്റ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതം എങ്ങനെയായിത്തീരണം, എന്തായിത്തീരണം, എവിടെ എത്തണം, ഏത് തൊഴിൽ ചെയ്യണം, എവിടേക്ക് പോകണം, എന്തായിത്തീരണം, അതാ ബ്ലൂ പ്രിൻ്റാ. അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ദർശനങ്ങൾ കണ്ടു തുടങ്ങണം. ഞാൻ ആരായിത്തീരണം, ഞാൻ എന്തായിത്തീരണം. ഞാൻ സാധാരണ പറയുന്നത്, ഈ ചെവിക്ക് പർപ്പസ് ഉണ്ടല്ലോ, അല്ലേ, കേൾക്കാനല്ലേ. മൂക്കിന് പർപ്പസ് ഉണ്ടല്ലോ, കാലിന് പർപ്പസ് ഉണ്ടല്ലോ. കാക്കയെ സൃഷ്ടിച്ചതിന് ദൈവത്തിന് പർപ്പസ് ഉണ്ടല്ലോ. കാക്ക എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഞാൻ രാവിലെ എൻ്റെ കാർ ഓടിച്ചു പോകുന്നുണ്ടെങ്കിൽ രാവിലെ ഈ എലിയോ തവളയൊക്കെ ചത്ത് കിടക്കുന്നതിനെ തിന്ന് വൃത്തിയാക്കി റോഡെല്ലാം വൃത്തിയാക്കാനല്ലേ. പന്നിയെ സൃഷ്ടിച്ചതിന് ദൈവത്തിന് പദ്ധതിയില്ലേ? അതെ, മനുഷ്യൻ്റെ ഉച്ഛിഷ്ടങ്ങളെല്ലാം വൃത്തിയാക്കി നമുക്ക് വേണ്ടി തരുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഈ പറഞ്ഞ ആ നികൃഷ്ട ജീവികൾക്ക് പോലും പർപ്പസ് ഉണ്ട്. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പർപ്പസ് ഇല്ലെന്നോ? അങ്ങനെ ഒരു വിഷയം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദർശനം എന്താ? ദൈവത്തിൻ്റെ പദ്ധതി എന്താ? യോസഫിന് ദർശനമുണ്ട്. അദ്ദേഹം പറയുകയാണ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എൻ്റെ മുൻപിൽ വന്ന് എന്നെ വണങ്ങുന്നു. 12 കറ്റകളുണ്ടായിരുന്നു, 11 കറ്റകളും എൻ്റെ കറ്റയുടെ മുൻപിൽ അത് വണങ്ങുന്നു. ദർശനമാണ്. മക്കളെ, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദർശനം എന്താ, പർപ്പസ് എന്താ? കണ്ടെത്തിയില്ലെങ്കിൽ കണ്ടെത്തണം. അല്ലെങ്കിൽ ജീവിതം ഓടിച്ചോടിച്ച്
അവസാനം വണ്ടി എത്തുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച് എവിടെയെന്നറിയാം, കന്യാകുമാരിക്ക് പോകാനാ. പക്ഷേ അവസാനം എത്തുന്ന എവിടെയാണെന്നറിയാമോ? അങ്ങ് ജയ്പൂരിലായിരിക്കും. ഇവിടെ ജയ്പൂരിൽ ഒരാൾ വന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. എന്താ ജീവിതം എന്നിട്ട് തിരിച്ചു നോക്കാനുള്ള സമയമുണ്ടോ? റിവേഴ്സ് ചെയ്യാനുള്ള സമയമുണ്ടോ? ഒന്നിനും സ്പേസ് ഇല്ല, സമയമില്ല. അബദ്ധമൊന്നും പറ്റണ്ട. ദ വിഷൻസ് ദാറ്റ് യു ചെറിഷ് ടുഡേ, അത് നമ്മൾ താലോലിച്ചാൽ. 2, ദ ഗോൾസ് ദാറ്റ് യു സെറ്റ് ടുഡേ, അതാണ് നമുക്ക് ലക്ഷ്യം തരുന്നത്. എവിടെയെങ്കിലും എത്തണം. ദർശനത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യമാണ് ലക്ഷ്യം. ഇതെവിടെ എത്തണം, ഞാൻ എങ്ങനെയായിത്തീരണം, അതിനാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ദ ചോയ്സസ്, ദർശനവുമുണ്ട് ലക്ഷ്യമുണ്ടെങ്കിൽ പിന്നെ ചോയ്സാണ്. ജീവിതം മുഴുവൻ ചോയ്സസ് ആണെന്ന് അറിയണം. അതെ, ആദമും ഹവ്വയും ഒരു ചോയ്സ് നടത്തി, ജീവിതത്തെ മുഴുവൻ ബാധിച്ചു. ഏശാവ് ഒരു ചോയ്സ് നടത്തി, തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റു. ഇറ്റ് വാസ് എ ചോയ്സ്. യൂദ ഒരു ചോയ്സ് നടത്തി, യേശുവിനെ വിൽക്കാൻ. ദാറ്റ് വാസ് ഓൾസോ എ ചോയ്സ്. എന്നാൽ അതേസമയത്ത് പൗലൂസിന് ദർശനം ഉണ്ടായപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. ദാറ്റ് ഈസ് എ ചോയ്സ്. നിങ്ങളിവിടെ വന്നതൊരു ചോയ്സാണ്. നിങ്ങളെ പ്രഷേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്മോക്ക് ചെയ്യാനായിട്ട് നിർബന്ധിക്കുക, വലിക്കാൻ തുടങ്ങുന്നത് നിങ്ങളുടെ ചോയ്സ്. അവനെ നിർബന്ധിച്ചെന്നൊന്നും പറയണ്ട, എല്ലാം ചോയ്സസ്സാണ്. ജീവിതം മുഴുവൻ ചോയ്സസ്സാണ്. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് ഇഷ്ടം പോലെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ പറയുന്നത് ജീവൻ്റെ മാർഗവും അതേസമയത്ത് നാശത്തിൻ്റെ മാർഗവും. അതേ, വഴി വിശാലമായിട്ടുള്ളതുകൊണ്ട് അതേ നാരുമായിട്ടുള്ള പാത്തുണ്ട്, തിരഞ്ഞെടുക്കാം. സോ ദ ചോയ്സസ്, നിങ്ങൾ ഇന്ന് നടത്തിയിരിക്കുന്ന നിങ്ങളുടെ ചോയ്സസ് കണ്ടെത്തണം. അങ്ങനെ ദർശനമുണ്ടോ, അങ്ങനെ ഒരു ഗോളുണ്ടോ, അതോ എങ്ങോട്ടെങ്കിലും പോവുകയാണോ? മൂന്നാമത്തത് ദ ചോയ്സസ് ദാറ്റ് യു മേക്ക് ടുഡേ. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ നിർണായകമായിട്ടൊരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ധാരണ വളരെ നിർണായകമാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ. അതിന് നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ അസ്തിത്വം എന്നൊക്കെ ആയിരിക്കാം അതിൻ്റെ പേര്. ഹു ആം ഐ, ഞാൻ ആരാ, എന്നെക്കുറിച്ചുള്ള ധാരണകൾ. 2-3 പദപ്രയോഗങ്ങൾ ഞാൻ പറയാം. നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എന്താ? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്? നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താ, നിങ്ങളുടെ അഭിപ്രായം എന്താ? 1, എന്നെ എനിക്കറിയാമോ, അതിന് പറയുന്ന സെൽഫ് കൺസെപ്റ്റ് എന്നാ. എനിക്കറിയാം ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഞാനാണാ, ഞാനൊരു സുവിശേഷ വേലക്കാരനാ, ഞാനൊരു ഭർത്താവാ, ഞാനൊരു മകനാ, ഞാൻ ഇന്ത്യൻ സിറ്റിസനാ. ആരാണെന്ന് എനിക്ക് എന്നെ അറിയാം. നിങ്ങൾക്കറിയാമോ? സെൽഫ് നോളജ് അല്ലെങ്കിൽ സെൽഫ് കൺസെപ്റ്റ്. അതനുസരിച്ചാണ് സെൽഫ് വർത്ത്, അതനുസരിച്ചാണ് ഞാൻ എനിക്കുള്ള വില കൽപ്പിക്കുന്നത്. അതെ, നമ്മൾ ഡയമണ്ടിനാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിലയാണ് കൽപ്പിക്കുന്നത്, ചാണകത്തിനാണെങ്കിൽ അതിനുള്ള വിലയാണ് കൽപ്പിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ധാരണ, നിങ്ങൾ എന്തിനാണ് വില കൽപ്പിക്കുന്നത്? ഹു ആർ യു, വാട്ട് ആർ യു കണ്ടെത്തിയിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞൊരു പദമുണ്ട്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ദ വേ ദാറ്റ് യു ജഡ്ജ് യുവർ സെൽഫ്. നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ആത്മാഭിമാനം, ആദരവ ഉള്ളത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ നീ നിന്നോടൊരു സ്നേഹമാണ്. പല ആളുകൾക്കും പറ്റുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ ധാരണകൾ അത് നമ്മുടെ തലച്ചോറിനകത്താണ്. അതാണ് നമ്മൾ ജീവിക്കുന്നത്, അതാണ് നമ്മുടെ ബന്ധങ്ങൾ, അതാണ് നമ്മുടെ പെരുമാറ്റങ്ങൾ. പല ആളുകൾക്കും അവരവർക്ക് ദേ ഫീൽ കംഫർട്ടബിൾ അബൌട്ട് ദംസെൽസ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വളരെ കംഫർട്ടബിളാണ്. ഒരു ഷർട്ട് ഇട്ടാലേ കംഫർട്ടബിളാണ്. ഇതെനിക്ക് വളരെ ടൈറ്റായിട്ടൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡിസ്കംഫർട്ടാണ്, ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും ഇത് വലിച്ചെടുത്ത് കളയാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നത്. ആരോ ഈ അടുത്ത കാലത്ത് എനിക്കൊരു നല്ല ഷർട്ട് കൊണ്ട് തന്നു, 38 മറ്റോ സൈസ്. 1 പ്രാവശ്യം 2 പ്രാവശ്യം എടുത്തിട്ടു. ഞാൻ 1 വർഷമായിട്ടൊരു ഹാങ്കർ എടുത്ത് തൂക്കി മാറ്റിയിട്ടേക്കുക. എന്താ കാര്യം എന്നറിയാം? ഡിസ്കംഫർട്ടാണ്. പല ആളുകൾക്കും അവരെക്കുറിച്ച് ഡിസ്കംഫർട്ടാണ്. അതേസമയത്ത് നമ്മൾ വളരെ കംഫർട്ടബിളായിട്ടുള്ള ഫീലിംഗ് ഉണ്ട്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്, എൻ്റെ കഴിവുകൾ, എൻ്റെ ആണത്വം പെണ്ണത്വം, ഇതിനെക്കുറിച്ച് നമ്മുടെ ധാരണകളുണ്ട്. അപ്പോൾ യു ക്യാൻ കൺസിഡർ, നിങ്ങൾക്ക് നിങ്ങളെ ഒരു പ്രിൻസ് ആണെന്ന് തോന്നാം, നിങ്ങൾക്കൊരു ഫ്രോഗ് ആണെന്ന് തോന്നാം. ഒന്നുകൂടി ഞാനത് ആവർത്തിക്കാം. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്കൊരു പ്രിൻസാ അല്ലെ പ്രിൻസസ്സാ, ഞാൻ രാജകുമാരിയാ. ഇതെവിടുന്ന് വളർത്തിയതെന്നറിയാമോ? നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ താലോലിച്ചു, വാത്സല്യം തന്നു, കരുതൽ തന്നു, മുത്തം തന്നു, ആവശ്യത്തിനൊക്കെ തിരുത്തലുകളൊക്കെ ചെയ്തു. നമുക്ക് നമ്മളെക്കുറിച്ച് അഭിമാനമായിരിക്കും. ദ വേ ദാറ്റ് യുവർ പേരൻസ് ട്രീറ്റഡ് യു,
നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ വളരെ കരുതലോടും വാത്സല്യത്തോടും ആദരവോടും കൂടെ നിങ്ങളെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ആത്മാഭിമാനം വളരുമെന്നറിയണം. എന്നാൽ എല്ലാ കാര്യത്തിനും എടാ കഴുതേ, എടാ പോത്തെ എന്ന് വിളിച്ച് എല്ലാ കാര്യത്തിനും തല്ലി തെറിയും വിളിച്ച് എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്, പോയി തൊലഞ്ഞൂടെ? ഇത് കേട്ട് ശാപം കേട്ട് വളർന്നവരുടെ മനസ്സിൽ അവരുടെ മാപ്പ് എന്തായിരിക്കും എന്നറിയാം? ഞാൻ ഇതാണെന്നാ, എന്നെക്കുറിച്ചുള്ള വികലമായ ധാരണയാണ്. അവിടുന്നാണ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ധാരണകൾ പ്രാഥമികമായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്ത് പറഞ്ഞ്, എനിക്ക് ഓർമ്മയുടെ ഒരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. അവന് ചിരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇങ്ങനെ കൈ മടച്ചു പിടിക്കും. ഞാൻ അവസാനം അവനോട് ചോദിച്ചു, നീ എന്തിനാ ചിരിക്കുന്നതിനെ മാത്രം കൈ ഇങ്ങനെ പിടിക്കുന്നതെന്ന് ചോദിച്ചു. സുന്ദരനായൊരു ചെറുപ്പക്കാരന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ കൈ വെച്ച് മറക്കാണ്. ഞാൻ ചോദിച്ചു, വൈ, എന്തുകൊണ്ടാ? അതെന്നെ കണ്ടാൽ കുരങ്ങ് പോലിരിക്കുകയാണെന്നാ. എല്ലാവരും വിളിച്ചു കുരങ്ങെന്നേ, കൂട്ടുകാരെല്ലാം കൂടെ വിളിച്ചു. നമ്മളത് വിശ്വസിച്ചു. പല ആളുകൾക്കും പറ്റാറുള്ളത് നമ്മളെ മനസ്സിലാക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെ ആത്മാഭിമാനമുള്ള ആളുകൾക്ക് അവർക്ക് അവരോട് വളരെ ബഹുമാനമാണ്, അവർക്ക് അവരോട് വളരെ കരുതലാണ്. മറ്റുള്ളവരെ എല്ലാവർക്കും വളരെ ബഹുമാനത്തോടെ ആയിരിക്കും അവർ കാണുന്നത്. അവർക്കറിയാം എന്നെ ആൾക്ക് ഇഷ്ടമാണ്, എന്നെ സ്നേഹമാണ്, എല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ബോധ്യം അവർക്ക് ഉണ്ടായിരിക്കും. ജീവിതത്തെക്കുറിച്ച് നല്ല ദർശനമുള്ളവരായിരിക്കും. ആത്മാഭിമാനം വളരെ ഉയരത്തിൽ ഉള്ളവർ. പഠിക്കാൻ അവർക്ക് വലിയ താല്പര്യമായിരിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് താല്പര്യമായിരിക്കും. ഡിസിഷൻസ് എടുക്കാൻ അവരെ കൊണ്ട് വളരെ വേഗത്തിൽ സാധിക്കും. മറ്റുള്ളവരോട് ദയ, സഹതാപമായിരിക്കും അവർക്ക് ഉണ്ടാകാൻ സാധ്യത. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സെൻസിറ്റീവ് ആയിരിക്കും. അതേസമയത്ത് ആത്മാഭിമാനം കുറഞ്ഞ ആളുകളോ സെൽഫ് റെസ്പെക്റ്റ് കുറഞ്ഞ ആളുകളോ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഇകഴ്ത്തിയാണ് കാണുന്നത്. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതുപോലൊരു ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും പുറകിലേക്ക് മാറിയിരിക്കും. ആളുകളുടെ മുഖത്ത് നോക്കില്ല. എന്നാന്നറിയാമോ? നമുക്ക് പേടിയാണ് മറ്റുള്ളവരെ നോക്കാൻ. ഈ രോഗമുള്ള ഒത്തിരി പേര് ഇതിനകത്ത് കാണും. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കത്തില്ല, വർത്താനം പറയുന്നുണ്ട്, മുഖത്തോട്ട് നോക്കത്തില്ല. പിന്നെ നേരെ കുനിഞ്ഞിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിക്കും. എന്തു പറ്റിയെന്നറിയാം? എനിക്കെന്നെ അഭിമുഖീകരിക്കാൻ എനിക്ക് സംശയമാണ്, എനിക്ക് എന്നെക്കുറിച്ച് ഭയങ്കര സംശയം. ആൻഡ് യു മേ ഫീൽ ദാറ്റ് യു ആർ അഗ്ലി. നിങ്ങൾക്ക് തോന്നും എന്നെ കാണാൻ കൊള്ളില്ല, എന്നെ കാണാൻ സുന്ദരനല്ല, സുന്ദരിയല്ല, ആവശ്യത്തിനുള്ള ആണത്വമില്ല, പെണ്ണത്വമില്ല എന്നൊക്കെ നമുക്ക് ഭയങ്ങൾ തോന്നാം. അപ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ പൊക്കം, പിന്നെ ചില ആളുകൾക്ക് തോന്നുന്ന അവരുടെ ആഗ്രഹം, അതെ എനിക്കുണ്ടായിരുന്നൊരു രോഗമാണ് നിറം. എന്ത് നിറമാണ്? അതെ, എന്ത് നിറമാണ്? കറുത്ത നിറമാണെന്നാ. കറുത്ത നിറമുള്ള ആളുകൾക്ക് എന്നാ വിഷമാണെന്നറിയാമോ? ഈ സായിപ്പന്മാരായിരിക്കും നമ്മളെ പഠിപ്പിച്ചത്. അതെ, ഈ സായിപ്പിൻ്റെ നിറവും ബ്ലാക്സ്, നീഗ്രോ ആളുകളെ പുച്ഛഭാവത്തോടു കൂടി കണ്ടു. അപ്പോൾ ഈ കറുത്ത നിറമുള്ളവർക്ക് പല ആൾക്കും ഭയങ്കര അപകർഷതാബോധമാണ്. എല്ലാവർക്കും ഒന്നും അല്ല, കുറേ ആളുകൾക്ക് അതിനെക്കുറിച്ച് അപകർഷതാബോധമാണ്. എനിക്ക് എന്നെക്കുറിച്ച് ഭയങ്കര സംശയമായിരുന്നു. ഞാൻ വളരെ ഡാർക്കാണ്, അത്ര വലിയ ഡാർക്കല്ല, എന്നാലും എനിക്ക് എന്നെക്കുറിച്ച് സംശയമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു. കറുപ്പിനേഴ് സിനിമ പാട്ട് പറഞ്ഞൂടെ? എത്ര കറുപ്പിന് എത്ര കൊണ്ടെന്നാ? എത്ര? 7. ശ്രീകൃഷ്ണന്റെ നിറം എന്തായിരുന്നു? കാർമുകിൽ വർണ്ണനല്ലേ? മോശയുടെ ഭാര്യയുടെ നിറം എന്തോ ആയിരുന്നു? അറിഞ്ഞൂടെ? കൊണ്ടുവന്നേക്കുന്ന ഒരുത്തൻ ഒരു കൂശ്യ സ്ത്രീയെ, കൂശ്യന് തന്നെ നിറം മാറ്റാൻ കഴിയുമോ? വായിച്ചിട്ടുണ്ടോ? കുശൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം? നീഗ്രോന്നാ. പെറുവെറുത്തെല്ലാവരും കൂടെ പെറുവെറുത്ത് കഴിഞ്ഞുടനെ മിരിയാമിൻ്റെ നിറം എന്തോമായിട്ട് മാറി, ഓർമ്മയുണ്ടോ? മോശയുടെ പെങ്ങള് പെറുവെറുത്തു. അപ്പോൾ അവരുടെ നിറം എന്തോയി? സായിപ്പിൻ്റെ നിറമായിട്ട് മാറിയല്ലേ? മെലോനിൻ സോൾട്ട് എല്ലാം ഒറ്റയടിക്ക് തട്ടിപ്പോയി, ഫ്യൂസ് അടിക്കുന്നത് പോലെ. സൂക്ഷിച്ചൊക്കെ വേണം നിറത്തിൻ്റെ കാര്യം പെറുവെറുക്കാനായിട്ട്. അല്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ നിറം എന്തായിരുന്നു? കറുപ്പായിരുന്നോ വെളുപ്പായിരുന്നോ? എല്ലാവരുടെയും വിശ്വാസം തന്നെയാണ് വെളുപ്പായിരുന്നു അല്ലേ? സായിപ്പായിരുന്നാ യേശു അല്ലേ? നിങ്ങൾക്കറിയാം ബ്ലാക്ക് തിയോളജി എന്ന് പറഞ്ഞ ആഫ്രിക്ക തിയോളജി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? പല തിയോളജി, ദലിത് തിയോളജി ഉണ്ട്, ബ്ലാക്ക് തിയോളജി ഉണ്ട്, ഫെമിനിസ്റ്റ് തിയോളജി ഉണ്ട്, ലിബറേഷൻ തിയോളജി, ഒത്തിരി തിയോളജീസ് ഉണ്ട്. അവർ വിശ്വസിക്കുന്ന യേശു കറുത്തതായിരുന്നെന്നാ. എനിക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഈ മറിയ ഏത് കുടുംബത്തിലെയാ? ലേവി ഗോത്രത്തിലെയാ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ ഗോത്രത്തിൽ ബ്ലാക്സ് ഒത്തിരി പേരുണ്ടായിരുന്നു. മോശയുടെ ഭാര്യ ഒരാളുണ്ടായിരുന്നല്ലോ, അവർക്ക് മക്കൾ പലരും ബ്ലാക്സ് ആയിരുന്നു. അറിയാമോ? യഹൂദന്മാരുടെ ഇടയിൽ ധാരാളം ബ്ലാക്സ് ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
കേട്ടിട്ടില്ലേ? അപ്പൊ ഈ നിറത്തിന്റെ കാര്യം ഭയങ്കര പ്രോബ്ലമാണ് പല ആളുകൾക്ക്. അതുകൊണ്ടാണ് ഇല്ലാത്ത കണ്ണി കണ്ട പേസ്റ്റും ക്രീമും അതെല്ലാം തേച്ച് വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ വേണ്ട. ഞാനൊരിക്കലും ഒരു ന്യൂസ് പേപ്പർ വായിച്ചു, ഹിന്ദു എന്ന് പറഞ്ഞൊരു ന്യൂസ് പേപ്പറാണ്. ഒരു സയൻസ് ആർട്ടിക്കിൾ അതിനകത്ത് വന്നു. അതിനകത്ത് പറയുന്നത് ഇതാണ്: ദ ഡാർക്കർ യു ആർ, ദ സേഫർ യു ആർ, ദ ഫെയറർ യു ആർ, ദ മോർ വൾണറബിൾ യു ആർ. അർത്ഥം എന്താണെന്നറിയാമോ? ഈ ആഫ്രിക്കക്കാർക്ക് സ്കിൻ ക്യാൻസർ താരതമ്യേന വളരെ കുറവാണ്. എന്താണെന്നറിയാമോ? ഈ സൂര്യനിൽ നിന്ന് വരുന്ന അപകടകാരിയായ ഒരു രശ്മി ഉണ്ടല്ലോ, എന്താണത്? അൾട്രാ വയലറ്റ്. ഇതിനകത്തോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്, അവരുടെ ഇടയിൽ സ്കിൻ ക്യാൻസർ വളരെ കുറവാണെന്ന് അതിൻ്റെ വെളിച്ചത്തിലുള്ള നിഗമനമാണ് പറയുന്നത്. ദ ഡാർക്കർ യു ആർ, ദ സേഫർ യു ആർ. എത്രയും കൂടുതൽ കറക്കുന്നോ അത്രയും സുരക്ഷിതർ. എത്രയും കൂടുതൽ വെളുക്കുന്നോ, ഈ കോവളത്തൊക്കെ വന്ന് മദാമ്മമാരും സായിപ്പുമാരും ഒരു കുളിക്കാറുണ്ട്, വെള്ളത്തിലല്ല, ഇങ്ങനെ സൺ ബാത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തക്കാളിപ്പഴന്മാർ ഇവിടെ മുഖമൊക്കെ കാണുന്നുണ്ട്. എന്താ പറ്റിയെന്നറിയാം? ഇതിനകത്തേക്ക് സൂര്യപ്രകാശം എല്ലാം കൂടെ കയറിപ്പോവുക. അപ്പോൾ അന്ന് ഞാൻ കണ്ടെത്തി, എത്രയും കൂടുതൽ വെളുക്കുന്നോ അത്രയും കൂടുതൽ അപകടം. അത് വെളുത്തവരാരും ഇതുകൊണ്ട് കറക്കാനായിട്ട് ശ്രമിക്കൊന്നും വേണ്ട, പക്ഷേ കറുപ്പാണോ? അന്നാ ഞാൻ എൻ്റെ സ്കിന്നിനോട് പറഞ്ഞ്, ഓ ഐ ലവ് യു എന്ന് എൻ്റെ സ്കിന്നിനോട് അന്നാ ഞാൻ പറഞ്ഞത്. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളെന്ത് ചെയ്യും? പിന്നെ പല ആളുകൾ നടക്കുന്നത് മോഹൻലാലിനെ പോലെ, അല്ലെ മമ്മൂട്ടി നെഞ്ചു വിരിച്ച് നടക്കുന്നത് പോലെ, എനിക്ക് എല്ലാവരുടെയും പേരെന്ന് പറഞ്ഞാൽ മീര ജാസ്മിനെ പോലെ ഓരോരുത്തരുടെ തലമുടിയൊക്കെ ചീകുന്ന ഈ കേളിങ്ങൊക്കെ അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളായിരിക്കാൻ ഇഷ്ടമല്ല, വേറെ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹമാണ് അവർക്ക് പലർക്കും ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇനി ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. അതിനു വേണ്ടിയുള്ള വഴിയും കൂടെ പറഞ്ഞാൽ എനിക്ക് അവസാനിപ്പിച്ചാലേ കഴിയത്തുള്ളൂ. കാരണം സമയത്തിൻ്റെ പരിമിതിയുണ്ട്, വളരെ ദീർഘമായിട്ട് സംസാരിക്കേണ്ടതാണ്, ഒത്തിരി പ്രാക്ടിക്കൽ എക്സർസൈസ് ചെയ്യേണ്ടതാണ്. മനുഷ്യനെക്കുറിച്ച് 2 യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറയാം. നന്നായിട്ടത് കേൾക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് ചേഞ്ചസ് വരത്തുള്ളൂ. ഒന്ന്, നമുക്കെല്ലാവർക്കും 10 വിരലുകളുണ്ട്. ആ 10 വിരലിൻ്റെ ഇംപ്രഷൻസ്, എന്താണ് പറയുന്നത്, വിരൽ അടയാളങ്ങൾ ഒറ്റ ഒരെണ്ണമെങ്കിലും ഒരുപോലുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒറ്റ വിരലിൻ്റെയും ഒരാളിൻ്റെതാണ് 10 വിരലെങ്കിലും ആ വിരലിൻ്റെ അടയാളങ്ങൾ ഒരുപോലെ അല്ല. എനിക്ക് തുല്യമായിട്ട് ലോകത്തിൽ ഒറ്റ മനുഷ്യരുമില്ല. ഉണ്ടെങ്കിൽ പറയണം. നിന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഇതേ കണ്ണ്, ഇതേ മൂക്ക്, ഇതേ ചുണ്ട്, ഇതേ ശബ്ദം നിങ്ങൾക്ക് തുല്യമായിട്ട് ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ? സയൻസ് അറിയാവുന്നവർ പറയുന്നുണ്ടായിരിക്കും, ഐഡന്റിക്കൽ ട്വിൻസ്, സാരൂപ്യ ഇരട്ടകൾ കേട്ടിട്ടുണ്ടോ? ഒരേ അണ്ഡം 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാ. അവർക്ക് ധാരാളം കാര്യങ്ങൾ സാധർമ്മ്യം, കമ്പാരിസൺ ഉണ്ട്, സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും പഠനങ്ങൾ കാണിക്കുന്നത് അവർ തമ്മിലും വ്യത്യസ്തതകൾ ഉണ്ട് എന്നാണ് മനഃശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? There is no one exactly like me in the whole world. സത്യമാണോ? എന്നൊന്ന് പറഞ്ഞ്, there is no one exactly like me in the whole world. I am different. ഒന്നുകൂടെ പറഞ്ഞേ, I am different. നമ്മൾ എന്നിട്ടാ മമ്മൂട്ടിയെ പോലെ ആകാനും പിന്നെ അവരെ പോലെ ആകാനും. ഞാൻ ചോദിക്കുന്നത്, കങ്കാരു ആനയാകാനൊക്കുവോ? ആന പട്ടിയാകാനൊക്കുവോ? കപ്പ കയറി തെങ്ങാകാനൊക്കുവോ? റോസാച്ചെടി അത് മുല്ലച്ചെടി ആകാനൊക്കുവോ? യു കനോട്ട് ചേഞ്ച് ദാറ്റ്. ചേഞ്ച് ചെയ്യാൻ കഴിയുമോ? ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻറ്റാ. ആണോ? ആണോ? അതെ. രണ്ടാമത്തെ ഫാക്റ്റ്, എല്ലാ മനുഷ്യർക്കും കൈകളുണ്ട്. നല്ലൊരു ഭാഗം ആളുകൾക്കും കൈകളുണ്ട്, കാലുകളുണ്ട്, ഹൃദയമുണ്ട്, കരളുകളുണ്ട്, തലയുണ്ട്, അതെ, പാദങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവരോട് ഏതാണ്ട് സാദൃശ്യമായി കുറേ കാര്യങ്ങളുണ്ട്, ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് നമ്മൾ സിമിലറാ, മറ്റുള്ളവരോട് സെയിമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കൺക്ലൂഷൻ, ഫോർമുല ഇതാണ്: ഐ ആം യുണീക്ക്. ഞാൻ ഡിഫറൻ്റ് ആണല്ലോ. ആണോ?
അതെൻ്റെ യൂണീക്ക്നെസ്സാണ്. എന്നെ ഒരു ഉദാഹരണമാണ്. നിങ്ങളുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് മടങ്ങി വന്നിട്ട് എയർപോർട്ടിൽ വന്നിട്ട് താഴോട്ട് ഇറങ്ങി വരിക. പല മനുഷ്യരെ കണ്ടപ്പോൾ അച്ഛനാണെന്ന് തോന്നി. പക്ഷെ നിങ്ങൾക്ക് അബദ്ധം പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തലച്ചോറിന് കുഴപ്പം വല്ലതും ഉണ്ടായിരിക്കണം. ഇത് കമ്പയർ ചെയ്യുന്നതിന് തലച്ചോറ് ഡിഫറൻറ്റ് മെസ്സേജ് തരുന്നതെങ്കിൽ പ്രോബ്ലം ബ്രെയിനുണ്ടെങ്കിൽ സംഭവിക്കാം. ATM എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്? നിങ്ങളുടെ കറക്റ്റ് ഫാദറിനെ കണ്ടിരുന്നുള്ള അറിയാതെ ഇതേ അച്ഛൻ വരുന്നു. എന്തുകൊണ്ടാ? ബിക്കോസ് യുവർ ഫാദർ ഈസ് ഡിഫറൻറ്റ്. ആണോ? നമ്മൾ ഇത് മാറ്റിയെടുക്കാനാ നമ്മൾ തിരസ്കരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഐ ആം യുണീക്ക് ആൻഡ് ഐ ആം ഡിഫറൻറ്റ്. പറയാമോ? ഐ ആം യുണീക്ക്, ഐ ആം ഡിഫറൻറ്റ്, റൈറ്റ്? പക്ഷേ മറ്റുള്ളവരോട് ഞാൻ സിമിലറുവാ. മറ്റുള്ളവരോടൊക്കെ എനിക്ക് സാദൃശ്യവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഐ ആം യുണീക്ക് എന്ന. ഐ ആം യുണീക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സവിശേഷതയുള്ളയാളാണ്. ആണല്ലോ. അപ്പം ഞാനൊരു ചില സ്റ്റേറ്റ്മെൻറ്റ്സ് തരാൻ പോവാ. ഇതെന്തിനാണെന്നറിയാം? നിങ്ങൾക്ക് നിങ്ങളെ ആദ്യം അംഗീകരിക്കണം. വേറെ ആരുടെ അംഗീകാരം അല്ല പ്രധാനം. നിങ്ങളെ ദൈവം സൃഷ്ടിച്ച നിങ്ങളായിട്ട് മാത്രമാണ്. വേറെ ആരും ആകാൻ കഴിയത്തില്ല. ആ ഡിഫറൻറ്റ്നെസ് നിങ്ങൾ കളഞ്ഞ പിന്നെ നിങ്ങളില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു മൈ ഡിക്ലറേഷൻ ഓഫ് സെൽഫ് എസ്റ്റീം, എൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ഞാനത് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും പറയുന്നത്, എല്ലാം മലയാളത്തിൽ പറയാനുള്ള സമയമില്ലല്ലോ. ഐ ആം മീ എന്ന് പറയാമോ? ഐ ആം മീ. നിങ്ങൾ പറഞ്ഞ ഐ ആം മീ ഉറക്കം കാണോ? നെഞ്ചത്തോട്ട് കൈയിട്ട് വെച്ചിട്ട് പറഞ്ഞു ഐ ആം മീ, ഐ ആം മീ. നിങ്ങൾ വേറെ ആരും അല്ലല്ലോ. അല്ല, ഐ ആം മീ. ഇൻ ഓൾ ദ വേൾഡ് there is no one exactly like me. എനിക്ക് എക്സാക്റ്റ് ആയിട്ട് എനിക്ക് തുല്യമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. There are persons who have parts like me, parts like me. എൻ്റെ ശരീരത്തെ പോലെ ഇതുപോലുള്ള ശരീരമുള്ള പല ആളുകളും ഉണ്ട്. But no one like me. അതിൻ്റെ അർത്ഥം അവരുടെ മൂക്കും കണ്ണും തലയും ശബ്ദം എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാൽ ഞാനാകുമോ? ആകില്ല. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാലും ഞാൻ ആകില്ല. Therefore I am me. I am me. അടുത്തത് I own everything about me. ഓൺ ചെയ്യാന്ന് പറഞ്ഞ ഓണറുണ്ട്, കാറിൻ്റെ ഓണർ. നമ്മളിപ്പോൾ നമ്മളെ തള്ളിക്കളഞ്ഞേക്കുക, ഡിസോൺ ചെയ്തിരിക്കുക. അതുകൊണ്ട് പറയണം ഐ ഓൺ മീ. ഐ ഓൺ മൈ ഫേസ്, ഐ ഓൺ മൈ വോയിസ്, ഐ ഓൺ മൈ ഐസ്, ഐ ഓൺ മൈ ബോഡി, ഐ ഓൺ എവറിത്തിങ് അബൌട്ട് മീ. ഐ ആം മീ, ഐ ആം ഓക്കെ. ഒന്നുകൂടെ പറഞ്ഞേ, ഐ ആം ഓക്കെ. പല ആളുകളുടെയും വിചാരം ഞാൻ നോട്ട് ഓക്കെ എന്താ. അവന് വരെ നമ്മൾ എന്താണ് പറയണത്? ഐ ആം ഒന്ന് പറഞ്ഞ്. എനിക്കറിയാം ഇതിനകത്ത് താടാനും ചാടാനും തുള്ളാനും നോക്കില്ല. പക്ഷെ എന്നാലും പറഞ്ഞേ ഐ ആം ഓക്കെ. നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പേര് പറഞ്ഞിട്ട് പറഞ്ഞോ യു ആർ ഓക്കെ എന്നു പറഞ്ഞേ. യു ആർ ഓക്കെ, യു ആർ ഡിഫറൻറ്റ്, യു ആർ ഓക്കെ. ഐ ആം മീ, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. റൈറ്റ്. നിർത്താൻ പോവാ. 15 നിർത്തേണ്ടത്. പക്ഷേ ചിലപ്പോൾ 5 മിനിറ്റോട് എടുത്തൊന്നിരിക്കും. അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ബൈബിൾ പറയുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ ആരെയും അതുകൊണ്ട് ആദ്യം സ്നേഹിക്കണം. നമുക്ക് അയൽക്കാരെ സ്നേഹിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വേഗത്തിലാണ് സ്നേഹം തോന്നുന്നത്. ബൈബിൾ അങ്ങനെ അല്ല അതിൻ്റെ ഓർഡർ പറയുന്നത്. ലവ് യുവർ നെയ്ബർ ആസ് യു ലവ് യുവർ സെൽഫ്. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. നമ്മൾ ഈ എയറോപ്ലെയിനിലൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ എയർ ഹോസ്റ്റസ് വന്ന് നമ്മളെ പരിചയപ്പെടുത്തുക, എങ്ങനെയാണ് ബെൽറ്റ് ഇടേണ്ടത്, എങ്ങനെയാണ്. പിന്നെ ഓക്സിജൻ കുറഞ്ഞാൽ അവർ പറയും മുകളിൽ നിന്നൊരു മാസ്ക് താഴേക്ക് വരും. ആ മാസ്ക് എടുത്ത് നിങ്ങൾ തലയിൽ ഇങ്ങനെ വെച്ച് നന്നായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവർ പറയും മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുന്നതിന് മുൻപ് നിങ്ങൾ തന്നെ നിങ്ങളുടെ മാസ്ക് എടുത്ത് വയ്ക്കണം. എന്താണെന്നറിയോ? മറ്റേ ആളിനെ നോക്കുന്ന സമയം കൊണ്ട് നമ്മൾ ബോധം കെട്ട് താഴെ വീഴാൻ സാധ്യതയുണ്ട്. ആദ്യം അതുകൊണ്ട് ആരെയാണ് സ്നേഹിക്കേണ്ടത്? നമുക്ക് പേടിയാ നമ്മളെ സ്നേഹിക്കുന്നത്. എങ്ങനെയാ? എക്സർസൈസ്. ഹലോ, ഒരു എക്സർസൈസ് ചെയ്യാം. എല്ലാവരും ഇവിടെ ഉണ്ടോ? അതെ.
തലയിലേക്കൊന്ന് കൈവച്ചേ. നീണ്ട തലമുടിയായിരിക്കും, ചുരുണ്ട തലമുടിയായിരിക്കും. എന്നെ പോലെ മുള്ളം പന്നി എന്നായിരുന്നു എന്നെ കുട്ടിക്കാലത്ത് തന്നെ വിളിക്കുന്നത്. മുള്ളം പന്നിയുടെ തലമുടിയായിരിക്കാം, ചുരുണ്ടതായിരിക്കാം. ആരാ പറഞ്ഞത് കാർകൂന്തലെല്ലാം ഒരുപോലെ ഇരിക്കുകയാണെന്ന്? ആ തലമുടി എത്ര കാലം കൊണ്ട് നിങ്ങളുടെ തലയൊക്കെ ഇങ്ങനെ കവർ ചെയ്ത്, അതെ, മുട്ടത്തലയുള്ള ഈ കഷണ്ടിയുള്ളവർക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നത് എന്നാണെന്നറിയാം. അവർക്ക് വൈപ്പർ അടിക്കുന്ന പോലെ ഒറ്റയടിക്കാം, മഴ പെയ്ത് കഴിഞ്ഞാൽ ഒറ്റപ്പോക്ക്. പക്ഷേ നമ്മുടെ തല ഇത്രയും നാൾ കവർ ചെയ്യുന്നില്ല, വെയിലൊക്കെ കൊള്ളാതെ സൗന്ദര്യം തന്ന്. ആ തലയിലേക്ക് കൈയൊന്ന് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് പറഞ്ഞ്, തലമുടിയോട് പറഞ്ഞ് ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞേ. പോരല്ല, വേറെ വല്ലവരോട് ഐ ലവ് യു എന്ന് പറയാനായിരുന്നെങ്കിൽ ഭയങ്കര തിടുക്കമായിരുന്നു. നെറ്റിയുടെ കൈ പുറത്തോടൊന്ന് കൈയെന്ന് വെച്ച്, ചട്ടി നെറ്റിയായിരിക്കും, മധ്യ നെറ്റിയായിരിക്കും, ഏത് നെറ്റിയാ മക്കളെ ശരിയായിട്ടുള്ളത്? ചുമ്മാ തെറ്റായ ധാരണയാണ്. അതുകൊണ്ട് നെറ്റിയോടൊന്ന് പറഞ്ഞ് ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ആ മുഖത്തോട്ടൊന്ന് കൈവച്ച്, എന്നെപ്പോലെ സോഡാക്കുപ്പി മുഖമായിരിക്കാം, ചിലർക്ക് മത്തങ്ങ മുഖമായിരിക്കാം, ചിലർക്ക് ട്രപ്പീസിയോ ആയിരിക്കാം. മുഖത്തോട്ടൊന്ന് കൈവച്ചിട്ട് പറഞ്ഞ് ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞേ യു ആർ ബ്യൂട്ടിഫുൾ എന്നൊന്ന് പറഞ്ഞേ. ആഹാ, അത് കഴിഞ്ഞിട്ട് എത്ര കാലം കൊണ്ടായി കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത്? പാമ്പിനെ കണ്ടാൽ തിരിച്ചറിയാം, കുഴി കണ്ടാൽ തിരിച്ചറിയാം. ഈ കണ്ണിനോട് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഐ ലവ് യു എന്ന്? ആ കണ്ണിലേക്കൊന്ന് കൈവച്ചിട്ട്, കണ്ണേ ഐ ലവ് യു എന്ന് പറയുന്നത് എനിക്കറിയാം എങ്ങനെയാണെന്ന്. പക്ഷെ അതല്ല, നിങ്ങളുടെ സ്വന്തം കണ്ണിനോട് കൈയിട്ടെന്ന് വെച്ചിട്ട് പറഞ്ഞ് ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞ് അതെ, ഈ കണ്ണൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നന്നായിട്ടൊന്ന് പറഞ്ഞ് ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞ്, എന്നിട്ട് തന്നെ മുഖത്തോട്ടൊന്ന് കൈവച്ച്, എന്നിട്ട് ആ ചുണ്ടുകളും പല്ലുകളും ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് പറഞ്ഞ് ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞ്. റൈറ്റ്, ഞാൻ വളരെ വേഗത്തിലാണ് പോകുന്നത്. ആ തൊക്കയിലേക്കൊന്ന് നോക്കിക്കേ, സ്കിന്നിലോട്ടൊന്ന് നോക്കിക്കേ. ദ ഡാർക്കർ യു ആർ ദ സേഫർ യു ആർ. എന്നെ പോലുള്ള കറുത്ത ആളുകളുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണേ. എന്നിട്ട് പറയണേ, സ്കിന്നിനോട് പറഞ്ഞ് ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞ് ഐ ലവ് യു എന്ന് പറഞ്ഞ് നന്നായിട്ടൊന്ന് പറഞ്ഞേ. ഈ വേണ്ടാത്ത ധാരണ, അപകർഷതാബോധമൊക്കെ ഒന്ന് മാറട്ടെ. ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞേ. വാ, ഗ്രേറ്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ നമ്മളെന്തോ ചെയ്യും? കെട്ടിപ്പിടിക്കും, അല്ലേ? അങ്ങനെയാണ്. നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച്, നിങ്ങളെ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച്, നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞ് ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞേ. യു ആർ ഓക്കെ എന്നൊന്ന് പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞ യു ആർ എ ജൂവൽ എന്നൊന്ന് പറഞ്ഞേ. ജൂവൽ എന്ന് പറഞ്ഞ എന്താ? രത്നമാ. യു ആർ എ ജൂവൽ പറഞ്ഞേ. യു ആർ എ ജൂവൽ. യു ആർ ഓക്കെ. ആർ യു ഓക്കെ? ആർ യു ഓക്കെ? ഒറ്റ കാര്യം കൂടെ, നിർത്തുക, അല്ലെങ്കിൽ സമയത്തിന് ഇവർക്ക് എത്താൻ കഴിയത്തില്ല. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ചില ആളുകൾ ചെന്ന് പരീക്ഷിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? കർത്താവിൻ്റെ ഉത്തരം, ഒരു നാണയം കാണിക്കൂ. നാണയം കാണിച്ചു. അതിൻ്റെ സ്വരൂപവും മേലെഴുത്തും ആരുടേതാ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കറൻസിയുടെ മുകളിലൊക്കെ മഹാത്മാഗാന്ധി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അക്കാലത്തൊക്കെ രാജാക്കന്മാരുടെ പേരെഴുതും, രാജ്യത്തിൻ്റെ പേരെഴുതും, ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ രൂപം കാണും. ആരുടെ സ്വരൂപം മേലെഴുത്തുക? കൈസറുടേത്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമെന്നല്ലേ ചോദിച്ചത്? ശരിയാണോ? കാരണം അക്കാലത്ത് കൈസർക്ക് കരം കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമാണ്. യഹൂദന്മാർക്ക് കൈസർക്ക് കരം കൊടുക്കുന്ന മോശമാണെന്നുള്ള ധാരണയാണ്. യേശു കരം കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ ഗവൺമെൻറ് അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്യും. ഇനിയും കൊടുക്കണമെന്ന് പറഞ്ഞാലും കുഴപ്പം, കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പം. യഹൂദന്മാർ തന്നെ കുറ്റപ്പെടുത്തും. യേശു ചോദിച്ചു, ആരുടെ സ്വരൂപം മേലെടുത്തുമാണ് അതിൻ്റെ മുകളിലുള്ളത്? കൈസറുടേത്. യേശുവിൻ്റെ മറുപടി, കൈസർക്കുള്ളത് കൈസർക്കും, ബാക്കി പറ ദൈവത്തിനുള്ളത്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. യഹൂദൻ്റെ ഹൃദയത്തിൽ മണി മുഴങ്ങുന്നത് പോലെ ശബ്ദം കേട്ട് കാണും. കൈസർക്കുള്ളത് കൈസർക്ക്. കൈസരുടെ സ്വരൂപം അതിനകത്തുണ്ടോ? കൈസരുടെ ആണോ മേലെടുത്ത്? അതാരുടേതാണത്? ന്യായമായിട്ടത് ആരുടേതാ? കൈസറുടേതാ ആണല്ലോ. ദൈവത്തിനുള്ളത് അതിൻ്റെ അർത്ഥം എന്താ? 1:26 യഹൂദന് അറിയാം, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നിന്റെ മുകളിലുള്ള ഒരു എഴുത്തുണ്ട്, ഒരു സാദൃശ്യമുണ്ട്. പിശാചിൻ്റെ അല്ലത്, ഇവിടുത്തെ ഒന്നിൻ്റെയും അല്ല. നമ്മുടെ വ്യക്തിത്വത്തിൽ വളരെ ആഴമായി നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ സാദൃശ്യം ഇതിനകത്തുണ്ട്, ദൈവത്തിൻ്റെ സ്വരൂപം ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് മറ്റ് മൃഗജാലങ്ങളെക്കാൾ നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ് ഇൻ്റലിജൻസാണ്.
നമ്മളൊക്കെ ചന്ദ്രനിൽ പോകുന്നു, ചൊവ്വയിൽ പോകുന്നു, ചന്ദ്രനിൽ പോയി താമസിക്കാൻ ശ്രമിക്കുന്നു. മോഡേൺ ടെക്നോളജി എവിടുന്നാ? ദൈവം സൃഷ്ടിക്കുന്ന ഒരു ദൈവമാണ്. നമുക്കും സൃഷ്ടിക്കാനുള്ള കഴിവാണ് ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ പാവനത, ദൈവത്തിൻ്റെ വിശുദ്ധി, ഇതൊക്കെ ദൈവം നമ്മളോട് പങ്കിട്ടിരിക്കുക. യേശു പറഞ്ഞതെന്നറിയാം, അത് കൈസരുടേതാ. പക്ഷെ നിങ്ങളുടെ മുകളിൽ സ്വരൂപവും മേലെടുത്തുമുണ്ട്. അതാരുടേതാ? ദൈവത്തിൻ്റെയാ. അതിൻ്റെ അർത്ഥം, എനിക്കും നിങ്ങൾക്കും ക്യാൻസർ വന്നെന്നിരിക്കാം, പ്രായമായെന്നിരിക്കാം, അപകടത്തിൽ ചെന്ന് ഒരു പക്ഷെ നമ്മൾ വികലരായി പോയെന്നിരിക്കാം. എത്ര വികലതകൾ വന്നു കഴിഞ്ഞാലും വികലതയില്ലാത്തൊരു സാദൃശ്യവും സ്വരൂപവും നമ്മുടെ ആളത്വത്തിലുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കകത്ത് വെറുതെ ഇവിടുത്തെ കാണുന്ന മനുഷ്യൻ മാത്രമൊന്നുമല്ല, ദർ ഇസ് ഗോഡ്സ് ഇമേജ് ഇൻ യു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. കർത്താവ് പറയാണ്, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത്. അതിൻ്റെ അർത്ഥം 2-3 വാക്കുകൾ പറഞ്ഞ് നിർത്തുക. നിങ്ങളുടെ മുകളിലൊരു സാദൃശ്യമുണ്ട്. ആരുടേതാ? ദൈവത്തിൻ്റെ. DNA പരിശോധിച്ചാൽ നമ്മുടെ അപ്പനും അമ്മയും ആരാന്ന് നിർണ്ണയിക്കാൻ കഴിയും. നമ്മുടെ ആളത്വത്തിൻ്റെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൃഷ്ടിതാവാരാണെന്ന് കണ്ടെത്താൻ കഴിയും. ആദ്യം പറയുന്നത് ദൈവത്തിനുള്ളത്. Did you know that you belong to God? നിങ്ങൾ ദൈവത്തിൻ്റെതാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ നാണയം കൈസറുടേതാണെങ്കിൽ നിങ്ങൾ ആരുടേതാ? ആരുടെയാ? ദൈവത്തിൻ്റെയാ. ദൈവത്തിനുള്ളതാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. റെൻറ്റർ ആൻഡ് ഗോഡ് വാട്ട് ബിലോങ്സ് ടു ഗോഡ്. നാണയം കൊണ്ട് കൊടുക്കില്ലേ? പറയുകയാണ്, ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? അവിടുത്തെ കയ്യിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കണം. അവിടെയാ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ച ഉണ്ടാകുന്നത്. അവിടെയാണ് നിങ്ങൾ ശരിക്കുള്ളൊരു വ്യക്തിയായിട്ട് മാറുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളൊരു തികവുള്ള ആളത്വമായിട്ട്. നിങ്ങളുടെ നിറവും നിങ്ങളുടെ പൊക്കവും നിങ്ങളുടെ തടിയും ഐഡിയൽ അല്ലായിരിക്കും, എല്ലാവരുടെയും മാനദണ്ഡം അനുസരിച്ചല്ലായിരിക്കാം. പക്ഷേ എത്ര വികലനെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഡഫ് ആൻഡ് ഡംബായിട്ടുള്ള ആളുകൾ ആരാധിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ശബ്ദമില്ല, പക്ഷെ അവർക്ക് ആരാധിക്കുന്ന കാണണം. അവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട്. എയ്ഡ്സ് രോഗികൾ ഒരുമിച്ച് കൂടി ആരാധിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരുടെ മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. എല്ലാ സമൂഹം വെറുക്കുന്നവരാ, പക്ഷെ എന്നാലും അവരുടെ അകത്തൊരു ദൈവത്തിന് സാദൃശ്യമുണ്ട്. ഞാൻ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. മക്കളെ, ഇത്രയും നാൾ ദൈവത്തിന് സാദൃശ്യം നിന്നിൽ ഇരുന്നിട്ടും ദൈവത്തിന് വേണ്ടി നിന്നെ കൊടുത്തില്ലെങ്കിൽ, ദിസ് ഈസ് ദ ഡേ. ദൈവത്തിനുള്ളത് ദൈവത്തിന്. സൗന്ദര്യം കണ്ടെത്തുമോ? നിങ്ങളുടെ ആളത്വത്തെ കണ്ടെത്തുമോ? വിൽ യു ഡിസ്കവർ യുവർ സെൽഫ്? കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തരുന്ന എല്ലാ ചിന്തകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളെല്ലാം അങ്ങ് ഡിഫറൻ്റായിട്ട് സൃഷ്ടിച്ചു, അതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളെല്ലാവരും എക്സാക്ട്ലി ഒരുപോലെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ തിരിച്ചറിയാൻ കഴിയത്തില്ല. കർത്താവെ, അതിനകത്തൊരു സൗന്ദര്യമില്ലല്ലോ, അതിനകത്ത് കർത്താവെ ഒരു ആസ്വാദനമില്ലല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു കുടുംബത്തിൽപ്പെട്ട മക്കളെപ്പോലും വ്യത്യസ്തരായിട്ട് സൃഷ്ടിച്ച്, വ്യത്യസ്തരായ കഴിവുകൾ, വ്യത്യസ്തമായ അഭിരുചികൾ, വ്യത്യസ്തമായ നിറവും പൊക്കവും ഒക്കെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഡിഫറൻ്റായിട്ട് സൃഷ്ടിച്ച, ഒരു വ്യക്തിയാക്കി എന്നെ സൃഷ്ടിച്ച, യുണീക്കായിട്ട് സൃഷ്ടിച്ച അങ്ങയുടെ മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എന്നാൽ അതോടൊപ്പം ഞങ്ങളിൽ എല്ലാവരിലും ഒരുപോലെയുള്ള ഒരു ദൈവത്തിന് സാദൃശ്യമുണ്ടല്ലോ. അങ്ങയുടെ തിരുവെടുത്ത് യേശു കർത്താവ് പറഞ്ഞതുപോലെ, വി ബിലോങ് ടു ഗാഡ്. ദൈവത്തിൻ്റെ സാദൃശ്യം ഞങ്ങളുടെ അകത്ത് വെച്ചിരിക്കാൻ വി ബിലോങ് ടു ഗാഡ്. അങ്ങ് കൽപ്പിച്ചതുപോലെ, റെൻഡർ അൺടു സീസർ വാട്ട് ബിലോങ്സ് ടു സീസർ, റെൻഡർ അൺടു ഗോഡ് വാട്ട് ബിലോങ്സ് ടു ഗോഡ്. ഐ ബിലോങ് ടു ഗോഡ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാ. നിങ്ങൾ ചേർന്ന് പറയുമോ? ഞാൻ എൻ്റെ ഐ ബിലോങ് ടു ഗോഡ്, ഐ ബിലോങ് ടു ഗോഡ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാ. നിങ്ങൾ പറഞ്ഞാട്ടെ, കർത്താവിനോട് പറഞ്ഞാട്ടെ, ലോർഡ് ഐ ബിലോങ് ടു യു. കർത്താവേ, ഞാൻ അങ്ങയുടേതാ. പറയുമോ? കർത്താവേ, അതെ, ഞാൻ അങ്ങയുടേതാ. പറഞ്ഞാട്ടെ, കർത്താവിനോട് കൺഫസ് ചെയ്താട്ടെ, കർത്താവേ, ഞാൻ ഐ ബിലോങ് ടു യു, ഞാൻ അങ്ങയുടേതാ. കർത്താവേ, അങ്ങേക്കായിട്ട് എന്നെ തരുന്നു, അങ്ങേക്കായിട്ട് എന്നെ തരുന്നു. സ്വർഗീയ പിതാവേ, ഈ മക്കളെ കരങ്ങളിലേക്ക് തരുന്നു. അവരുടെ വ്യക്തിത്വത്തിൻ്റെ വൈകല്യങ്ങളേക്ക് അവർ നോക്കുന്നതിന് പകരം ഞങ്ങൾക്ക് കർത്താവേ, ദൈവം തന്നിരിക്കുന്ന യുണീക്ക്നെസ്സിന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നിരിക്കുന്ന സാദൃശ്യവും സ്വരൂപവും
അത് ക്രിസ്തുവിലൂടെ വളർന്നു വന്നിട്ട് ദൈവത്തിനായിട്ട് കൊടുക്കുവാൻ അത് ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനാണ് സ്തോത്രം. ഞങ്ങളുടെ എല്ലാ വികലതകളും മാറ്റുന്ന യേശു ക്രിസ്തുവിലൂടെ ഈ നാണയത്തിൽ കറ പറ്റിയിട്ടുണ്ടെങ്കിൽ, അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തം അതെല്ലാം കഴുകിക്കളഞ്ഞ് ബ്രൈറ്റാക്കുന്ന, സുന്ദരന്മാരും സുന്ദരികളും വിശുദ്ധരുമാക്കി തീർക്കുന്ന അങ്ങയുടെ പദ്ധതിയുടെ മുൻപിൽ ഞങ്ങളെ ദൈവത്തിനായി സമർപ്പിക്കുന്നു. ഈ മക്കളെല്ലാം സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണമേ. ദാറ്റ് ദേ ബിലോങ് ടു ഗോഡ്, ദൈവത്തിൻ്റെതാണെന്നും ദൈവത്തിനുള്ളത് മറ്റാർക്കും കൊടുക്കാൻ പാടില്ലെന്നും അങ്ങേക്ക് തന്നെ തരണമെന്നും ആ അവയർനെസ് അവരുടെ ഹൃദയത്തിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബൈ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ